പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ കുടുംബം ഇന്ന് വഴിയാധാരമാക്കിയത്, എൻ്റെ കുടുംബം തകർത്ത വിഷ്ണു എന്ന ഒരു അത്രക്ക് തോലച്ച് എൻ്റെ 6 വയസ്സുള്ള കുഞ്ഞിനെ പെരുവഴി കളഞ്ഞിട്ടും പോയവൻ. ഇവനെ മനസ്സിലാക്കണം, ലോകം ഇതറിയണം. ഞാനൊരു മെസ്സേജ് തരാൻ ഉദ്ദേശിക്കുന്നത് കുടുംബിനിയായ വീട്ടമ്മമാരോടും ചെറുപ്പം അറിഞ്ഞ പെൺകുട്ടികളും ഇന്ന് ഒരുപാട് ഇതിൽപ്പെട്ട് ഒരുപാട് മരണത്തിലേക്ക് തന്നെ തള്ളി നീങ്ങുന്നുണ്ട്. ഒരുപാട് നിരാശരായി നടക്കുന്നവരുണ്ട്. സത്യത്തിൽ എനിക്ക് സംഭവിച്ച ഒരു വിഷയം ഈ കുമ്പളങ്ങിക്കാരൻ രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ പകുതി മരണമാണ്. നമസ്കാരം, ചെല്ലാനത്തിൻ്റെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ചെല്ലാനം മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ സംസാരിക്കാത്ത ഒരു വിഷയമായിട്ടാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയ വഴിയുണ്ടായ ഒരു കുടുംബത്തിൻ്റെ തകർച്ചയിലേക്കാണ് ചെല്ലാനം മീഡിയ പോകുന്നത്. കാരണം പണ്ടൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരുമൊത്ത് സന്തോഷിച്ച് അവരെ കളിയാക്കി നടന്നിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ കടന്നുകയറ്റം മൂലം എല്ലാവരും മൊബൈലിലേക്ക് മാത്രം ഒതുങ്ങി തുടങ്ങി. കാരണം എല്ലാവരും മൊബൈൽ ഫോണിലൂടെ മറ്റ് വ്യക്തികളോട്, നമ്മളെ കണ്ടിട്ടില്ലാത്ത മറ്റ് വ്യക്തികളോട് തമ്മിൽ സംസാരിക്കാനും അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് പരിചയം പുതുക്കാൻ തുടങ്ങി. നല്ല കാര്യം. കാരണം പ്രളയം വന്നപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണും വേണ്ടി വന്നു നമ്മൾ ഒരുപാട് രക്ഷയ്ക്ക് വേണ്ടി. പക്ഷേ എന്നാലും മൊബൈൽ ഫോണ് ഉപയോഗിക്കാനും അതുമായി കുറേ ദൂഷ്യങ്ങളും മൊബൈൽ ഫോണുണ്ട്. ആ ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. മൊബൈൽ ഫോൺ വഴി തകർന്ന ഒരു കുടുംബത്തെയാണ് ചെല്ലാനം മീഡിയ പരിചയപ്പെടുത്തുന്നത്. ഒരു ചതിക്കുഴിയിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ നടന്ന ഒരു ചതിയുടെ കഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. ഞാൻ ഇരിക്കുന്നത് കുമ്പളങ്ങിയുള്ള രാജു ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താണ് സംഭവിച്ചത്? കാരണം ഇന്നത്തെ ഇത് പറയാൻ ഉദ്ദേശിച്ച ഒരു വിഷയം കേരളം മൊത്തം അറിയപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം അത് രാജുചേട്ടനിൽ നിന്ന് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് നടന്നത്? വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സത്യത്തിൽ ഈ വിഷയം ജനങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അത് അറിയിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ ഇത് പല കുടുംബങ്ങളിലും സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയം തന്നെയാണ്, പ്രധാനമായ വിഷയം തന്നെയാണ്. പല കുടുംബങ്ങളും ഇതുപോലെ മരണത്തിലേക്ക് നീങ്ങിയേക്കാം, പല സ്ത്രീകളും ചതിയിൽപ്പെട്ടേക്കാം. ഇത് എൻ്റെ കുടുംബത്തിന് സംഭവിച്ചൊരു വിഷയമാണ്, എൻ്റെ ജനങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. എൻ്റെ വിവാഹം ഒരു പ്രണയ വിവാഹമായിരുന്നു. 2013 ഞങ്ങളുടെ വിവാഹം, രജിസ്റ്റർ മാരേജ് ആയിരുന്നു. തിരുവല്ലയിലുള്ള ബിന്ദു ചാക്കോ, കല്ലുപ്പാറയിലുള്ള ബിന്ദു ചാക്കോനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഒരു അനാഥമായ ഒരു പെൺകുട്ടിയാണ്. ഞാനത് അറിഞ്ഞ് സ്നേഹിച്ച് ഞങ്ങൾക്കൊരു ജീവിതം കൊടുക്കുകയായിരുന്നു. 2013 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. 14 ബിന്ദു, അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുടെ മരണത്തിന് ശേഷം ഞങ്ങൾക്ക് തണലായിട്ടുണ്ടായിരുന്ന അപ്പച്ചനായിരുന്നു തണലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു. അവൾ ബ്യൂട്ടീഷ്യനാണ്, എറണാകുളത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു. വളരെ സന്തോഷമായ ജീവിതമായിരുന്നു ഞങ്ങളുടെ. 2014 അവൾ ഗർഭിണിയായി. അവൾക്കൊരു കീഹോൾ സർജറി വേണ്ടി വന്നു. അവൾക്ക് ഹാർട്ടിൻ്റെ വാൽവ് ചുരുങ്ങിയിട്ട് തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു കീഹോൾ സർജറി ചെയ്തു. പ്രസവവും തിരുവനന്തപുരം SAT ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതെല്ലാം തരണം ചെയ്തു വന്നു. കൊച്ചിന് ഒരു 1.5 വയസ്സായപ്പോൾ, എനിക്കൊരു പെൺകുട്ടിയാണുള്ളത്, കുഞ്ഞിന് ഒരു 1.5 വയസ്സായപ്പോൾ അപ്പച്ചൻ പെട്ടെന്ന് ഒരു ദിവസം നൈറ്റ് മൂത്രമൊഴിച്ചപ്പോൾ അപ്പച്ചൻ ബ്ലഡ് വരികയും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പച്ചനും മരണത്തിന് കീഴടങ്ങി. അതോടുകൂടി ഞാനും എൻ്റെ ഭാര്യ ബിന്ദുവും എൻ്റെ കൊച്ചു കുഞ്ഞും തനിച്ചുള്ള ഒരു കുടുംബജീവിതമായി ഞങ്ങൾ. ശരിക്കും ഇവിടെ കുമ്പളങ്ങിൽ അറ്റത്ത് കാണുന്ന വീടാണ് എൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് ഞങ്ങൾ തള്ളി നീക്കി കൊണ്ടുപോയ സാഹചര്യത്തിൽ കുഞ്ഞിന് 3 വയസ്സായി. വളർന്നവൾ പെൺകുഞ്ഞാണ്, 3 വയസ്സായി. വീണ്ടും ബിന്ദുവിന് പ്രയാസം വന്നു തുടങ്ങി. രാവിലെ കയ്യും കാലും തളർന്നു പോണ പോലെ. കാർഡിയോളജി ഡോക്ടറെ കൊണ്ടേ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. അവക്കടെ ഹാർട്ട് വാൽവ് ലീക്കാണ്, ഉടനെ മാറ്റിവെച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ മാനസിക ബുദ്ധിമുട്ട് ഏറി വന്നു. എനിക്ക് അപ്പച്ചനും ഇല്ല, ആരുമില്ല. ഞാൻ എങ്ങനെ ഈ സർജറി നടത്തും? അതിനെക്കുറിച്ചുള്ള ചിന്തയായി. അങ്ങനെ ഞാൻ ഒരു 3 വർഷം മുമ്പ് ഞാൻ
കൊച്ചിയിൽ അലയാത്ത സ്ഥലങ്ങളില്ല. ഞാൻ ഒറ്റക്ക് കഥ, തിരക്കഥ, സംവിധാനം എല്ലാം ഒറ്റക്ക് നിന്ന് നടത്തിയ ആളാണ്. പല ട്രസ്റ്റുകൾ എന്നെ സഹായിച്ചു. KC ഫൗണ്ടേഷൻ, ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ പറഞ്ഞു, KC ഫൗണ്ടേഷൻ ചിറ്റിലപ്പള്ളി എന്നെ ഒരുപാട് സഹായിച്ചു. ആ സർജറിക്കുള്ള ചിലവിനുള്ള ക്യാഷുകളും എല്ലാം അവരായിരുന്നു. പിന്നെ മുത്തൂറ്റി പാപ്പച്ചൻ ഗ്രൂപ്പ്, ബൈജു സാറ്, അങ്ങനെ ഒരുപാട് വ്യക്തികൾ, ജോസഫ് സാർ, DHൻ്റെ അവിടെയുള്ള ജോസഫ് സാറും വൈഫും, പിന്നെ പല വ്യക്തികൾ, പല സംഘടനകൾ എന്നെ, ഗോപകുമാർ സാറ്, ഒരുപാട് വ്യക്തികൾ എന്നെ സഹായിച്ചിട്ടാണ് സർജറി നടത്തി തന്നെ പോകുന്നത്. സർജറി തിരുവനന്തപുരത്ത് നടത്തി, ഓപ്പൺ സർജറി ആയിരുന്നു. വാൽവ് മാറ്റിവെച്ചു, എല്ലാം കഴിഞ്ഞു വന്ന് പെണ്ണ് സുഖം പ്രാപിച്ചു. 2 വർഷം കൊണ്ട് ബിന്ദു ചാക്കോ, എൻ്റെ ഭാര്യ, സുഖം പ്രാപിച്ചു. മെഡിസിൻ മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരുന്നേച്ചാണ്. INR ടെസ്റ്റുകളും എല്ലാം നടത്തി പഴയ ജീവിതത്തിലേക്ക് ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവന്ന ആളാണ് ഞാൻ. എനിക്ക് സന്തോഷമായി. എൻ്റെ ഭാര്യ സുഖം പ്രാപിച്ചു, എനിക്ക് സന്തോഷമായി. എൻ്റെ കുഞ്ഞും വളർന്നു, അവൾക്ക് 6 വയസ്സായ കൊച്ചിന്. ഈ സാഹചര്യത്തിലാണ് ബിന്ദു ഫേസ്ബുക്ക് വഴി ഒരു പയ്യനെ പരിചയപ്പെടുന്നത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു. വിഷ്ണു എന്നാണ് ചെറുപ്പക്കാരൻ്റെ പേര്. തൃശ്ശൂർ തുമ്പൂരാണ് അവൻ്റെ വീട്. നടുവിലെ വളപ്പിൽ എന്നാണ് അവൻ്റെ വീട്ടുപേര്. അപ്പൻ്റെ പേര് രവി എന്നാണ്. അവൻ ഒമാനിൽ ബിൽഡറായിരുന്നു. ആദ്യമൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഇവൻ വീട്ടിലെ അഡ്രസ്സ് മനസ്സിലാക്കിയത് എൻ്റെ കുഞ്ഞിനെ ഒരു പാവക്കുട്ടിയെ അടച്ചു കൊടുത്തിട്ടാണ്, കൊറിയർ വഴി. അതോടുകൂടി വീട്ടിലെ അഡ്രസ്സ് മനസ്സിലാക്കുകയും വിഷ്ണു ലീവ് കിട്ടി വീട്ടിൽ, ഞാനില്ലായിരുന്ന സമയത്ത് വീട്ടിൽ വരികയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലാക്കി എൻ്റെ വീട്ടിൽ ഒരു നാഥനില്ല എന്നത്. പല കുടുംബത്തും സംഭവിക്കുന്ന വിഷയമാണിത്. ബിന്ദുവും കൊച്ചും മാത്രമേ ഉള്ളൂ, ഒരു നാഥനില്ല. എനിക്ക് ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ വർക്കാണ് സാറുമാരെ. ഞാൻ വർക്കിന് പോയി കഴിഞ്ഞാൽ ആഴ്ചയിലൊക്കെ വരാറുള്ളൂ. ദൂരസ്ഥലങ്ങളിലാണ് എനിക്ക് വർക്ക്. ആ സമയത്തൊക്കെ ബിന്ദുവും കൊച്ചും വീട്ടിൽ തനിച്ചാണ് ഉണ്ടാകാറ്. അത് മനസ്സിലാക്കി അവൻ പിന്നീടും വന്നു തുടങ്ങി. ലാസ്റ്റ് ഇതൊരു ശല്യമായി മാറിയപ്പോൾ അതിനിടയ്ക്ക് ഇവൻ്റെ കൂടെ ഇറങ്ങി ചെല്ലണം, ഇവളോട് പ്രണയാഭ്യർത്ഥന നടത്തി. അത് ബിന്ദു നിരസിച്ചു. എനിക്ക് ഭർത്താവും കുഞ്ഞുമുള്ളതാണ്, നീ വരരുത് എന്ന് ബിന്ദു പലതവണ പറഞ്ഞിട്ടും ഇവൻ ചെവിക്കൊണ്ടില്ല. ലാസ്റ്റ് ഇവൻ വന്നൊരു ശല്യമായി മാറി. ലാസ്റ്റ് ഇതിൻ്റെ കഥയിലേക്ക് കടക്കുമ്പോൾ ശരിക്കും ഞാൻ അങ്കമാലിയിൽ ഒരു വീട്ടിൽ ഒരു ജോലിക്ക് പോയി അവിടെ ജോലി എടുത്തേണ്ടിരുന്ന സമയത്ത് തൃശ്ശൂർ ആളൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്കൊരു കോള് വരികയാണ്. താങ്കളുടെ ഭാര്യയാണോ ബിന്ദു ചാക്കോ? ഒരു സത്യൻ എന്ന പോലീസുകാരനെ എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു അതെ സാറേ, അത് താങ്കളുടെ ഭാര്യയുമായിട്ട് ഒരു വിഷ്ണു എന്ന ഒരു പയ്യൻ കടന്നു കളയാനാണ് സാധ്യത, താങ്കളൊന്ന് അന്വേഷിക്കുമെന്ന്. അപ്പോഴും എനിക്ക് വിശ്വാസമായിട്ടില്ല എൻ്റെ സുഹൃത്തുക്കളെ. അത് ഉച്ചവരെ ഞാൻ വിളിച്ചെൻ്റെ ഭാര്യനോട് സംസാരിച്ചതാണ്. അവൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ് ചാർജ് ചെയ്ത് കൊടുത്താളാണ്. അപ്പോഴും ഒരു കുടുംബനാഥന് വിശ്വാസമല്ല. ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ ഒന്നും വരാറില്ല. വൈകുന്നേരം ആകുമ്പോൾ ബിന്ദുവും കൊച്ചും കൂടി പടിഞ്ഞോട്ടൊന്ന് നടക്കാൻ പോകും. ചില ടൈമിന് അവരുടെ ഫോൺ, ഞാനിപ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ ചില ടൈമിന് ഫോൺ കംപ്ലൈൻ്റ് ആണ്. ഞാൻ അന്വേഷിക്കാൻ സാറേ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് ബാബുവിനെ അയച്ചു. വീട്ടിൽ ബാബു വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചത് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു, വീടും പൂട്ടിയിരിക്കുന്നു. അങ്ങനെ ബാബു എന്നെ വിളിച്ചു പറഞ്ഞിടാ വീട്ടിൽ ആരും ഇല്ലെന്നാണ് തോന്നണതെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു 8 മണിയായി കഴിഞ്ഞപ്പോഴേക്കും പള്ളൂരുത്തി പോലീസ് സ്റ്റേഷൻ, എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് എനിക്ക് കോള് വരികയാണ്. വിഷ്ണുവിൻ്റെ അപ്പനും അമ്മയും ഇവിടെ പള്ളൂരുത്തി സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, ഇന്നവരെ താങ്കളുടെ ഭാര്യ വിഷ്ണുവിൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ മാനസികമായിട്ട് തകർന്നുപോയി. ഒരു കുടുംബനാഥനാണ് ഞാൻ, എനിക്കും താങ്ങാവുന്ന ഒരു പരിധിയുണ്ട്. ഞാൻ മാനസികമായിട്ട് തകർന്ന് ഞാൻ പണിതണ്ടിരുന്ന വെച്ചാൽ വീട്ടിൽ ഞാൻ കരച്ചിലായി ആകെ. അപ്പം ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് വീട്ടുനാഥൻ എന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിട്ടില്ല. പുള്ളി നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടും പറഞ്ഞ് രാവിലെ ഞാൻ രക്ഷയേക്കാമെന്ന് പറഞ്ഞു. എൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു. ഞാൻ ചിലപ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് തന്നെ പോയേക്കാം എന്നവർക്ക് തോന്നിയത് കൊണ്ടാവാം എന്നെ അടച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ 2 ഫ്രണ്ട്സിനെയുമായിട്ട് വന്ന് വീട്ടിലേക്ക് കയറിയപ്പോൾ കാണുന്നത് അവസ്ഥ, ഗേറ്റ് പൂട്ടിയിട്ടില്ലായിരുന്നു. ഗേറ്റ് ഓടാമ്പല് തുറന്ന് കുളിമുറിയിൽ ചെന്ന് ഞാൻ താക്കോലെടുത്ത് ഞാൻ വീട് തുറന്നപ്പോൾ കണ്ട ഒരു കുടുംബനാഥന് സഹിക്കാവുന്നതിലേറെ ഉള്ള വിഷയമാണ്. വീട് തുറന്ന് കണ്ടപ്പോൾ അലമാരിയെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു, ഡ്രസ്സെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു, സിമ്മഴിച്ച് കട്ടിലിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നു. എൻ്റെ കൊച്ചുമില്ല, തള്ളയുമില്ല. എങ്ങനെ സഹിക്കും ഒരു കുടുംബനാഥൻ? എങ്ങനെ സഹിക്കും?
ഞാൻ നേരെ പള്ളുരുത്തി സ്റ്റേഷനിൽ കൊണ്ടുപോയി മിസ്സിംഗ് കേസ് ചാർജ് ചെയ്ത്. ഈ വിഷ്ണു എന്ന ഈ കൊലയാടിവൻ എൻ്റെ കുടുംബത്തോട് ചെയ്തത് ബിന്ദുവിനെയും കൊച്ചിനെയും വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇവൻ എടപ്പള്ളിയിൽ പോയി ഒരു റൂം എടുത്ത്, എന്നിട്ട് എൻ്റെ കൊച്ചിനെ അവിടെ ഇരുത്തി കളിപ്പാട്ടം മേടിച്ചു കൊടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം കൊച്ചു പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. കൊച്ചു പറഞ്ഞ് എനിക്ക് പപ്പേനെ കാണാൻ എനിക്ക് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ ഈ കൊച്ചിനെ ഒഴിവാക്കണം. അതിനുവേണ്ടി ഈ പൊലയാടി പോയി ഈ നാറി എൻ്റെ 6 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഒരു ദ്വീപിൽ, കുമ്പളങ്ങിൽ നാരകത്തറ എന്ന് പറഞ്ഞ ഒരു ദ്വീപിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ടിട്ട് പോയി. അവിടെ നിന്ന് നാട്ടുകാർ ചേർന്നിട്ടാണ് എൻ്റെ കൊച്ചിനെ എൻ്റെ കയ്യിലേൽപ്പിച്ചത്. ബിന്ദുവിനായിട്ട് ഇവൻ മൈസൂരുള്ള അമ്മാവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി 15 ദിവസം അവളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചു ബിന്ദുവിനെ. അതിനുശേഷം മിസ്സിംഗ് കേസ് ചാർജ് ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് മൈസൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തൃശ്ശൂർ കൊണ്ടുവന്നപ്പോഴേക്കും വിഷ്ണുവിൻ്റെ വീട്ടുകാരുടെ സ്വാധീനം ചെലുത്തി അവിടെ നിന്ന് ഈ ചെക്കനെ അവരെ വലിച്ചെടുത്ത് കളഞ്ഞു. അവിടെ നിന്ന് പള്ളുരുത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നില്ല. അവിടെ നിന്ന് എൻ്റെ ഭാര്യ ബിന്ദുവിനെ ഇവൻ്റെ ചേട്ടനും ഇതിൽ പ്രധാന കണ്ണിയാണ്. ചേട്ടനും അമ്മാവനും കൂടി കാറിന് കയറ്റി പള്ളുരുത്തി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്നിട്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ മൊഴിയെടുത്ത് വൈകുന്നേരമായപ്പോൾ മൊഴിയെടുത്തിട്ട് സ്വമേധയാ വിട്ടടക്കണം എന്നും പറഞ്ഞ് വണ്ടിക്കാശും കൊടുത്തടച്ച് ഈ പെണ്ണിനെ. എത്തൻ തരവില്ലാണ്ട് ബിന്ദു തിരുവല്ലയിൽ ഇവക്കടെ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് കയറി അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഞാൻ ചേച്ചിമാരെയൊക്കെ വിളിച്ചറിയിച്ചത് കാരണം അവർ കേട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞ അവൾക്ക് അഭയം കൊടുക്കണം, നിങ്ങളുടെ മിത്രമാണ്, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ കയറ്റി അവിടെ. അങ്ങനെ അവൾ അവിടെ നിന്ന് ഒരു എടപ്പള്ളിയിൽ ഒരു ബ്യൂട്ടി പാർലറിൽ വന്ന് അവിടെയാണ് നിന്ന് വെച്ചത്. ആ മേഡമാണ് അവളെ നോക്കിക്കൊണ്ട് നിന്ന് വെച്ചത്. അവളവിടെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ബ്യൂട്ടി പാർലറിലെ മേഡം എന്നെ വിളിച്ചിട്ടും പറഞ്ഞു, രാജു എനിക്കൊന്ന് കാണണം, രാജുവിനെ എനിക്ക് കുറച്ച് സംസാരിക്കണം, രാജു ഒന്ന് എറണാകുളം മറൈൻ ഡ്രൈവിൻ്റെ അവിടത്തോളം വന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാം മേഡം. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ മേഡവും ആങ്ങളയും ഉണ്ടായിരുന്നു. എന്നോട് സംസാരിച്ചു. ബിന്ദുവിനൊരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം, നീ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടുകാരെല്ലാവരും പറഞ്ഞു ഈ വിഷയം എനിക്ക് താങ്ങാവുന്നതിലേറെയാണിത്, ഒരു മനുഷ്യന് താങ്ങാവുന്നതിലേറെ. ഞാൻ പറഞ്ഞ് അപ്പോൾ ക്രിസ്മസിന് ഞാൻ എൻ്റെ കൊച്ചിനെ കാണിക്കാമെന്ന് കൂടി പറഞ്ഞതാണ് മേഡത്തിനോട്. കുഞ്ഞിനെ കാണിക്കുമെന്ന് ചോദിച്ച ചോദ്യത്തിന് പക്ഷേ ഞാൻ ഒരൊറ്റ വാക്കേ ഞാൻ മേഡത്തിനോട് പറഞ്ഞുള്ളൂ, മേഡം എൻ്റെ കുടുംബിനിയായ ഭാര്യയെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി എൻ്റെ 6 വയസ്സുള്ള കൊച്ചിനെ പെരുവഴി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ മേഡത്തിൻ്റെ ആങ്ങളെയും കുറച്ച് സുഹൃത്തുക്കളും കൂടി 2 വണ്ടി ആൾക്കാർ ബിന്ദുവിനെയും കൂട്ടി തുമ്പൂരുള്ള വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവമാണ് ബിന്ദുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. അപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ ബിന്ദുവിനായിട്ട് കൂട്ടി പോയി. അപ്പോൾ അവിടെ ചെന്ന് കേട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? തൃശ്ശൂർ ഇവിടുന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിന്ദുവിനെയും കൂട്ടി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അതായത് തൃശ്ശൂരിൽ നിന്ന് ഇവർ വീട്ടുകാർ ഇവനെ കൊണ്ടുപോയതിന് ശേഷം ഇവനെ വിളിച്ചിട്ട് പിന്നെ ഫോണടക്കം ഇവന് ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മേഡത്തിൻ്റെ ആങ്ങളിനോട് പറഞ്ഞു ഇതിനൊരു തീരുമാനം ഉണ്ടാകണം, ഇവൻ ഇത്രയും റിസ്ക് എടുത്ത് എൻ്റെ കുടുംബവും തകർത്ത് എൻ്റെ കൊച്ചിനെയും പെരുവഴിയിലാക്കിയിട്ട് ഇവളെയും കൊണ്ടുപോയിട്ട് ഇവളെ ലാസ്റ്റ് പെരുവഴിയിലായിട്ട് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു അവൾക്ക് താല്പര്യമാണെങ്കിൽ അവൻ്റെ കൂടെ ജീവിച്ചോട്ടെ, ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടി ജീവിച്ചേക്കാം. അത്ര വരെ ഞാൻ പറഞ്ഞ ആളാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ടാവണ്ടേ, നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലെന്ന് പറഞ്ഞു. അതെനിക്കറിയണം, എനിക്ക് നിർബന്ധമാണെന്ന് പറയാം. അങ്ങനെ ബിന്ദുവിനെയും കൂട്ടി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന വിഷയം, തലേ ദിവസം ബിന്ദു ഈ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള കാരണം ഇവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഇവർക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവള് വിടുവായിത്തരം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വരുന്നുണ്ട്, തൃശ്ശൂർ വരുന്നുണ്ട്. ഇവൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ വിഷ്ണുവിനെ ഇവർ വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ സാധിച്ചത്, അവിടെ ചെന്നപ്പോൾ ഇവൻ്റെ അമ്മാവനും ഇവൻ്റെ ബന്ധത്തിൽപ്പെട്ട 2 പോലീസുകാരെ അതോ ആരാണ്ടൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. വിഷ്ണുവിനെ അവിടെ വെച്ച് പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി സംസാരിച്ചു തുടങ്ങി. അവിടെ വെച്ച് എൻ്റെ ഭാര്യ ബിന്ദു ചാക്കോ വിഷ്ണുവിനോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, വിഷ്ണു എന്നെ സ്വീകരിക്കണം. അതിനവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ സുഹൃത്തുക്കളെ? നിന്നെ എനിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല ബിന്ദു, നിനക്ക് ഇത്രയും പ്രായമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ജനങ്ങളെ നിങ്ങളൊന്നും മനസ്സിലാക്കുക,
എൻ്റെ കുടുംബിനിയായ ഭാര്യനെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് 15 ദിവസം കൊണ്ടുപോയിട്ട് അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഇത്രയും പ്രായമുണ്ടെന്നറിയാൻ പാടില്ലെന്നും പറഞ്ഞ് ആ പെണ്ണിനെ ഒഴിവാക്കിയപ്പോൾ എന്തുമാത്രം അവൻ മനസ്സ് നീറിക്കാണും. അവിടെ നിന്ന് കരഞ്ഞ് തളർന്നാണ് ബിന്ദുവിനെ പിന്നെ തിരിച്ച് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ബിന്ദുവിൻ്റെ ഉള്ളിൽ കുറ്റബോധമായിരിക്കാം ഒരു പക്ഷേ സംഭവിച്ചേക്കണത്. പിന്നെ മരണം മാത്രമാണ് അവൾ ചിന്തിക്കണത്. അതായത് ഇവൻ അവളെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു മനഃപൂർവ്വം. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് സന്തോഷമായിട്ട് പോയ എൻ്റെ കുടുംബമാണ് തകർത്തേക്കണത്. ബിന്ദു അവൾക്കറിയാം, അതായത് ഓപ്പൺ സർജറി ചെയ്ത് വാൽവ് മാറ്റി വെച്ചത്, മെറ്റൽ വാൽവ് വെച്ചത്, ഹാർട്ട് വാൽവ് പ്രശ്നമായിട്ട്. അവൾക്കറിയാം ഈ മെഡിസിൻ കഴിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയാം. ഈ സർജറി നടത്തിയ ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. മെഡിസിൻ മുടങ്ങാൻ പാടില്ല. ഒരു 5 മണിക്ക് കഴിക്കണ ഒരു ബ്ലഡ് സർക്കുലേഷൻ്റെ ഒരു ഗുളികയുണ്ട്, അതൊന്നും മുടങ്ങാനേ പാടില്ല. ഞാൻ ആർന്നപ്പോൾ വീട്ടിൽ ഒരു കുറവും വരുത്താറില്ലായിരുന്നു. മെഡിസിൻ തീർന്നാൽ തന്നെ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു പറയും, എടാ ബാബു നീ ആ മെഡിസിൻ മേടിച്ചു കൊടുത്തേക്കടാന്ന് പറയും. എല്ലാത്തിൽ നിന്നും തിരിച്ചു വന്നവളാണത്. ഇവള് വിഷ്ണു ചതിച്ചതിൻ്റെ മനോവിഷമത്തിൽ കഴിച്ചിട്ടിരുന്ന മെഡിസിൻ അങ്ങ് മുടക്കിക്കളഞ്ഞു. 1-2 ദിവസമല്ല സുഹൃത്തുക്കളെ, 1 മാസം മെഡിസിൻ മുടക്കി. ലാസ്റ്റ് ഞാൻ കോട്ടയത്ത് വർക്ക് ചെയ്തിട്ടിരുന്നപ്പോൾ എനിക്ക് കോള് വരിക, ബിന്ദു ബ്യൂട്ടി പാർലറിൽ കുഴഞ്ഞു വീണു, നേരെ ലിസി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, എത്രയും പെട്ടെന്ന് രാജു ഓടി വാന്ന് പറഞ്ഞു. ഞാൻ കോട്ടയത്ത് നിന്ന് രാത്രി ഓടി എത്തിയപ്പോഴേക്കും വെളുപ്പിന് 5 മണിയായപ്പോഴേക്കും ലിസി ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. കുഴഞ്ഞു വീണ് വാൽവിൽ മരുന്ന് കഴിക്കാണ്ടിരുന്നിട്ട് സ്വയം ആത്മഹത്യയിലേക്ക് പോയേക്കണേ. കുഴഞ്ഞു വീണ ആളും ബ്ലഡ് കോട്ടിംഗ് ആയിട്ട് മരണത്തിലേക്ക് പോയി. ഞാൻ വെളുപ്പിന് 5 മണിക്ക് ഓടി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അവളെ ഒരു നോക്ക് കാണുവാനോ ഒരു വാക്ക് പറയുവാനോ ഒരു പക്ഷേ അവൾ ആഗ്രഹിച്ചിരിക്കാം എന്നെ കാണുവാൻ. ഒരു പക്ഷേ അവൾ ഒരു മാപ്പ് എന്നൊരു വാക്ക് പറയാൻ എന്നോട് ആഗ്രഹിച്ചിരിക്കുക. അവൾ ആഗ്രഹിച്ചിട്ടുണ്ട് മരിക്കുന്നു. എൻ്റെ കയ്യിൽ ഞാൻ അവളുടെ കയ്യെ പിടിച്ച് നോക്കി, കയ്യിലെ ചൂട് മാറിയിട്ടില്ല. ഈ വീട്ടിലാണെന്നപ്പോൾ ഞാൻ അതുപോലെ പൊന്നുപോലെ കൊണ്ടുവന്ന നടന്നിച്ച മോളാണേ. സങ്കടമില്ലാണ്ട് എനിക്കതില്ലല്ലോ. മുടി സ്ട്രൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മുടി സ്ട്രൈറ്റ് ചെയ്യും. കയ്യിൽ അവൾക്ക് സ്ഥിരമായിട്ട് ഇടുന്ന ഒരു മൈലാഞ്ചിയുണ്ട്. ആ മൈലാഞ്ചി എപ്പോഴും ഉണ്ട് അവക്കടെ കയ്യിൽ. മുടി സ്ട്രൈറ്റ് ചെയ്തൊക്കെ മാറി അവക്കടെ മാനസിക ബുദ്ധിമുട്ടിലായിപ്പോയി അവള്. എൻ്റെ മോള് മരിച്ച് നേരെ എൻ്റെ മോളെ കൊണ്ടുവന്ന് എൻ്റെ കൊച്ചിനെ കൊണ്ടുവന്ന് കാണിച്ച്, 6 വയസ്സുള്ള എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ബോഡി കാണിച്ച്. പിന്നെ തിരുവല്ലയിലാണ് ബോഡി അടക്കം ചെയ്തത്, തിരുവല്ല കല്ലുപ്പാറയിൽ. അതായത് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു സുഹൃത്തുക്കളെ, നമ്മുടെ സഭയിലേക്ക് ചേർത്തിട്ടില്ല. ഞാൻ ലത്തീൻ കത്തോലിക്കനാണ്. അപ്പം അത് കാരണം ഇവിടെ പള്ളിയിലേക്ക് അടക്കം ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം തിരുവല്ലേക്ക് ബിന്ദുവിൻ്റെ ബോഡി കൊണ്ടുപോയിട്ട് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊച്ചിതൊന്നും കാണണ്ട, കൊച്ചിന് അവൾക്ക് ചിലപ്പോൾ അത് ഭയങ്കര ഷോക്കായി പോവും കൊച്ചിന്, അമ്മയുടെ മരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞാനും ബാബും കൂടി കയറി ഒരു ആംബുലൻസിൽ ഈ പെണ്ണിനെ ഇവക്കടെ ബിന്ദുവിൻ്റെ ബോഡി കൊണ്ടുപോയി തിരുവല്ല കല്ലുപ്പാറ പൊതു ശ്മശാനത്തിന്. ഒന്ന് ആലോചിച്ച് നോക്കണം സുഹൃത്തുക്കളെ, ഞാൻ എന്തോരം അനുഭവിക്കണമെന്നുണ്ടെന്ന്. എൻ്റെ കൂടെ എൻ്റെ കയ്യിൽ പിടിച്ചു കടന്നു വെച്ച പെണ്ണാണ്. രാജേട്ടാ, അപ്പോൾ മരണശേഷം, അതായത് ചേച്ചിയുടെ മരണശേഷം ചേട്ടന് എന്തായാലും ഇത്രയും തെറ്റ് ചെയ്ത് അവനെ കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അതുമായി മുന്നോട്ട് പിന്നെ എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയത്? ഇപ്പോൾ കേസ് നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? ഇതിൽ ഉപ്പ് തിന്നിട്ടുണ്ടോ അവൻ വെള്ളം കുടിച്ചേ പറ്റത്തുള്ളൂ. ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണത്തിന് ശേഷം ഇവിടെ നിന്നിരുന്ന ബ്യൂട്ടി പാർലറിൽ നിന്ന് മേഡം എന്നെ വിളിച്ചിട്ടും പറഞ്ഞ്, രാജു അവക്കടെ ഹോസ്റ്റലിലേക്ക് പുതിയൊരു കുട്ടി വരുന്നുണ്ട്, അവക്കടെ റൂം ഒഴിയണം, അവക്കടെ ബാഗുകളും ഡ്രസ്സുകളും എല്ലാം നീ എടുത്തിട്ട് വന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ബാഗുകളും ഡ്രസ്സുകളും എല്ലാം എടുത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാറിന് പോയി എടുത്തിട്ട് വന്ന് രാത്രിയാണ് വന്ന് കയറണത് വീട്ടിൽ വന്ന് കയറി ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ ബിന്ദു മരണമൊഴി എഴുതി വച്ചിട്ടുണ്ടായി. സ്വന്തം കൈപ്പടയിൽ എഴുതിയ 3 പേജ് മരണമൊഴി അവൾ എഴുതി വച്ചിട്ടുണ്ടായി. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവക്കടെ മരണമൊഴിയാണ്. 3 പേജ് അവക്കടെ കയ്യാലെ എഴുതി വെച്ചത്. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ യാഥാർത്ഥ്യം എപ്പോഴാണ് ഞാൻ തിരിച്ചറിയണത് തന്നെ. അതായത് ഇവൻ വീട്ടിൽ വന്നിട്ട് ബിന്ദുവിനോട് ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞിട്ട് ഇവള് വിസമ്മതിക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു നല്ലൊരു പിടിവലി നടന്നിട്ടുണ്ട് വീട്ടിൽ. അതായത് ബിന്ദുവിനെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട്.
അത് മരണത്തിന് ശേഷമാണ് ഈ കൊച്ചു എൻ്റെ മോള് തന്നെ പറയുന്നുണ്ട്, ചേട്ട വന്ന് അമ്മേനെ ഉപദ്രവിച്ചു എന്ന്. അമ്മയുടെ കഴുത്തിന് നെക്കിപ്പിടിച്ച് അപ്പച്ചൻ്റെ മുറി വെച്ച് മതിലേട്ടൊക്കെ ഇടിച്ച് അമ്മയുടെ കണ്ണൊക്കെ തുറന്നു വന്ന്. അതുകൂടാണ്ട് ഈ മരണമൊഴിയിൽ പ്രാധാന്യമായിട്ടും എടുത്തു പറയുന്ന ഒരു കാര്യം, വിഷ്ണു എന്നെ ചതിച്ചു, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ നിന്നും നിന്നെ ഞാൻ കൈവിടത്തില്ല, ഞാൻ നിന്നെ സ്വീകരിക്കും, നിന്നെയും കൊച്ചിനെ സ്വീകരിക്കും എന്ന് പറയുകയും അതുകൂടാണ്ട് തന്നെ ഇവളെ ദേഹോപദ്രവം ചെയ്തത് കൂടാണ്ട് തന്നെ വിഷ്ണു എൻ്റെ 6 വയസ്സുള്ള കൊച്ചിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കൂടെ ചെന്നില്ലെങ്കിൽ. വേറൊരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നീ എൻ്റെ കൂടെ വന്നില്ലേ, ഞാൻ ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയുമെന്ന് വരെയും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയാണ് ഈ പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത് തന്നെ. അപ്പോൾ ഈ മരണമൊഴിയും പിന്നെ അതുകൂടാണ്ട് ബിന്ദുവിനെ ചതിച്ചു കഴിഞ്ഞപ്പോൾ ബിന്ദുവിന് മനസ്സിലായി ചതിയിൽപ്പെട്ടതാണെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഇവള് വനിതാ പോലീസ് കച്ചേരിപ്പടി സ്റ്റേഷനിൽ സ്വമേധയാ ഒരു പരാതി എഴുതി കൊടുത്തിട്ടുണ്ടായി. ബിന്ദു എന്നെ ചതിച്ചു, എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ്. അതിൻ്റെ മൊഴിയും ഞാൻ മരണത്തിന് ശേഷം ഞാൻ എടുത്തു. ഇത് രണ്ടും വെച്ചുകൊണ്ട് ഞാൻ കേസ് ചാർജ് ചെയ്ത പള്ളുരുത്തി സ്റ്റേഷനിൽ. പക്ഷെ കേസ് ചാർജ് ചെയ്തിട്ട് സംഭവിച്ച കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരനായ എനിക്ക് ഇതിലൊരു നീതിയും കിട്ടുന്നില്ല. ഇതൊരു മർഡർ കേസാണ്. ഈ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ CA ഇതിൽ നല്ലൊരു ഇത് നടന്നിട്ടുണ്ട്. ഇതിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അനാസ്ഥ തന്നെയാണ്, പള്ളുരുത്തി സ്റ്റേഷൻ്റെ അനാസ്ഥ തന്നെയെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാർ നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നീതിപാലകരുടെ അടുത്താണ് ചെല്ലുന്നത്. പക്ഷേ അവിടെയും നീതി നമുക്ക് നിഷേധിക്കുക എന്നു വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒന്ന് ചിന്തിക്കുക. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ കേസ് ചാർജ് ചെയ്തിട്ട് സംഭവിച്ചത്, ഇവരൊരു അന്വേഷണവും അന്വേഷിച്ചില്ല. ഒരു 6 മാസത്തേക്ക് ഇവരൊരു അന്വേഷണവും അന്വേഷിക്കാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അഡ്വക്കേറ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവരൊരു അനക്കവും ഇല്ല സാറേ എന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്രൈവറ്റ് അന്യായ ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവർക്കെതിരെ പ്രൈവറ്റ് അന്യായ ഫയൽ ചെയ്തിട്ട് എന്നെ വിളിച്ചു വരുത്തിയാണ് ചെയ്തത്. പള്ളുരുത്തി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ലാസ്റ്റ് എൻ്റെ മൊഴിയെടുത്തു. ബ്യൂട്ടി പാർലറിലെ മേഡത്തിനെ കൊണ്ടുവന്ന് അവരുടെ മൊഴിയെടുത്തു. തൃശ്ശൂർ ബിന്ദുവിനായിട്ട് പോയ ആങ്ങളയുടെ ആലുവയെന്ന് വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുത്തു. പിന്നെ അതുകൂടാണ്ട് ഇവളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് റെക്കോർഡുണ്ട്, അതുവരെ അവിടെ CA സിൽവസ്റ്ററിന്റെ മുന്നിൽ സമർപ്പിച്ചതാണ്. ഇത്ര എവിഡൻസ് നൽകിയിട്ട് പ്രതിനെ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ യാതൊരു ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് നീങ്ങി. ഇങ്ങനെ പോയ ഒരു സാധാരണക്കാരൻ എന്താ ചിന്തിക്കുക? ഇവർ നീതിപാലകർ നീതി തന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചനാഥമാവും. അപ്പോൾ ഇത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ രാജേഷേട്ടൻ്റെ കൂട്ടുകാരനാണ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് കൂട്ടുകാരനാണ്. അനീഷ് എന്ന പേര് അല്ല? അനീഷ് എന്നാണ്. അപ്പോൾ എന്താണ് ശരിക്കും പറയാനുള്ളത്? കാരണം ഇങ്ങനത്തെ ഒരു പറയാനുള്ള വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഒരാളാണ്. ഒരു ചീത്ത രീതിയിലായിട്ട് ചിത്രീകരിക്കാനും പറ്റിയ ഒരാളുമല്ല. വിവാഹം കഴിഞ്ഞ് നല്ല രീതിയിൽ കുടുംബം പോറ്റി അന്തസ്സോടെ പോയിക്കൊണ്ട് ഒരാൾക്കെടുത്ത ഒരു വഴക്കിനെ കഴുത്തേക്കാരൻ ഇന്ന് വരെ ഒരു പെറ്റി കേസ് പോലും ഇല്ലാതെ നല്ല രീതിയിൽ പോയിക്കൊണ്ട് എങ്ങനെയോ അവൻ ആ പെണ്ണിനെ വശീകരിച്ച് അതിപ്പോൾ പറയാൻ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ ആ കൊച്ചിനെ വഴിയാധാരമാക്കി ഇവൻ കാരണം ആ പെണ്ണ് ആത്മഹത്യ ചെയ്താണ് അല്ലെങ്കിൽ ഇവൻ കൊന്നാണ് അതിനെക്കുറിച്ച് അറിയാം. പക്ഷേ ഈ മരണമൊഴി വരെ എഴുതി വെച്ചിട്ടും അധികാരികൾ ഇതിനെതിരെ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. അപ്പോൾ നാളെ ഒരിക്കൽ ഇപ്പം ഇവനെ ഒരു ശിക്ഷ മേടിച്ചു കൊടുത്താലേ നാളെ ഒരിക്കൽ ഇതുപോലെയുള്ള ഒരു പെണ്ണിന് ഇതുപോലെ വരാതിരിക്കുള്ളൂ. ഇവനിങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നാളെ ഒരിക്കൽ 10 പേര് പറയാം, അത് ഇപ്പോൾ ഇത്രയൊക്കെ വരുള്ളൂ. അതാണ് ഇവിടുത്തെ നിയമത്തിൻ്റെ തെറ്റി. ഇപ്പോൾ ഇവനൊരു ശിക്ഷ മേടിച്ചു കൊടുത്ത് നാളെ ഒരു പത്രത്തെ ഇതാലും ഒരു പെണ്ണിനെ വശീകരിച്ചു കൊണ്ട് ചതിച്ചെന്ന് പറഞ്ഞാൽ നാളെ ഒരു പെണ്ണിനും ഒരു കൊച്ചിനും ഇങ്ങനെ അനാഥാരം ആവില്ല. അല്ലെങ്കിൽ ഇനിയും ഇത് തുടർക്കഥയായിട്ട് മാറും. അതാണ് ഇവിടുത്തെ നിയമത്തിൻ്റെ ഇത്. നല്ലൊരു ശിക്ഷ ഇവന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന് ആ പെണ്ണിനും ആ ഒരു വളരെ എന്താ പറയുക ചെറിയൊരു കൊച്ചും വളരെ ഒന്നും ഇല്ലാത്ത ഒരു കൊച്ചിനെ വഴി കൊണ്ട് വലിച്ച് പട്ടീനെയും പൂച്ചേനെയും കളയണ പോലെയാണ് ഒരു കൊച്ചിനെ കൊണ്ടേ വഴി കളഞ്ഞിട്ട് അനാഥ. നമുക്കതിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. അപ്പം ഇതിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ മേടിച്ച് കൊടുത്ത് ജനങ്ങളെ അറിയിച്ചാൽ നാളെ ഇനിയും ഒരു കൊച്ചും തള്ളയും വഴിയാതെ ഇരിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. അപ്പോൾ ഇത് മനോഹരൻ ചേട്ടൻ നമ്മുടെ കുമ്പളങ്ങിയിൽ ഇവിടെ രാജേഷേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് കട നടത്തുന്ന ചേട്ടനാണ്. ചേട്ടാ, കുമ്പളങ്ങിയിലെ ശരിക്കും എല്ലാവർക്കും ഈ ഒരു പരിസരത്ത് വേദന ഉണ്ടാക്കിയ ഒരു കഥയാണ്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ നാട്ടുകാരെന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ രാജുവിൻ്റെ വീട്ടുകാർ അപ്പനുള്ളപ്പോൾ എനിക്കറിയാവുന്നതാണ്. വളരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടൊരു കുടുംബമായിരുന്നു. മറ്റ് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇടക്കാലം കൊണ്ട് വേറെ എന്തോ ഒരു തരികടയൊക്കെ അവിടെ വന്ന് കയറി ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി.
അതിനെക്കുറിച്ച് എനിക്ക് വിശദമായിട്ട് അറിയാൻ പറ്റില്ല. എങ്കിലും അപ്പം മുതലാണ് ഒരു കലുഷിതമായിട്ടുള്ളൊരു കുടുംബജീവിതം അവിടെ തുടങ്ങിയത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് നേരിടണം. ഇവന് തക്കതായ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല. നമുക്കിവിടെ ഇങ്ങനെ ഇവരൊക്കെ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എങ്കിലും അങ്ങനൊരു പ്രശ്നമൊക്കെ ഇനിമേലെ ഉണ്ടാകരുത്. അതൊരു സമൂഹത്തിനുള്ള ഒരു പാഠമാകുന്ന രീതിയിൽ വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ രാജേഷൻ്റെ കൂട്ടുകാരനാണ് കുഞ്ഞിവണ്ണാണ്. അപ്പോൾ രാജേഷൻ്റെ കൂടെ നടന്ന ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് കൂട്ടുകാരൻ നിലയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? രാജേഷൻ്റെ ഫ്രണ്ടാണ്, അത് ഓക്കെയാണ്. ഇതിനെ സംഭവം അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രതിക്ക് നല്ലൊരു ശിക്ഷ വേണം, അതെനിക്ക് പറയാനുള്ളത്. സന്തോഷമായിട്ടുള്ളൊരു കുടുംബം ജീവിച്ചു പോകണമായിരുന്നു. ഇയാളിവിടെ നാട്ടിലില്ലാത്തൊരു വ്യക്തിയാണ്. ഈ സംഭവം സംഭവിച്ചു, അതെന്തായാലും പ്രതിക്ക് അതിനൊരു ശിക്ഷ വേണം. ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം തന്നെയാണ് ഈ ഒരു കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം കാരണം കഴിഞ്ഞ പത്രമാധ്യമങ്ങളിൽ നാം വായിച്ചതാണ്, ഗെയിം കളിക്കാൻ അപ്പൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ് മകൻ ആത്മഹത്യ ചെയ്ത സംഭവം. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ എന്നും ഒരു ആകർഷണം തന്നെയാണ്. അത് നല്ലതിന് ഉപയോഗിക്കാം, ചീത്തതിന് ഉപയോഗിക്കാം. കാരണം പ്രളയം വന്നപ്പോൾ നമുക്ക് ആ മൊബൈൽ കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ടായി. ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ ഈ ഒരു മൊബൈൽ സോഷ്യൽ മീഡിയ വഴി സാധിച്ചു. എന്നാൽ അതിൽ കൂടുതൽ ചതിക്കുഴികളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ സങ്കടങ്ങളെല്ലാം ഒരു മുഖം പോലും പരിചയമില്ലാത്ത ആളോട് ചാറ്റ് ചെയ്ത് ആ ഒരു ചതിക്കുഴിയിൽ ഏർപ്പെടാതിരിക്കട്ടെ. കാരണം ഇനി ഒരു രാജുവും ബിന്ദുവും ഇതുപോലെ ഈ ഒരു കുടുംബം തകർന്ന പോലെ തകരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇത് കാണുന്ന നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് കേൾക്കുന്ന അധികാരികളോടാണ്. കാരണം ഇത്രയും അധികം ഈ രാജു എന്ന് പറയുന്ന വ്യക്തി പോയിട്ടും ഒരുപാട് പരാതികൾ കൊടുത്തിട്ടും നമ്മൾ അധികാരികൾ അത് കണ്ടില്ല എന്ന് നടിച്ചു. ഇനി അത് നടിക്കരുത്. കാരണം ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വേണം. കാരണം ഇത്ര സംഭവിച്ചു, ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ അപായത്തിലായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അധികാരികൾ എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം കാണുക, അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ചെല്ലാനം മീഡിയ എന്ന ചാനലിന് പറയാനുള്ളത്. മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പുള്ളി വീണ്ടും ഒറ്റയ്ക്കായിരിക്കുകയാണ്. ഈ ഒരു വീട്ടിൽ ഒരുപാട് സന്തോഷത്തോടെയാണ് രാജേട്ടൻ കഴിഞ്ഞിരുന്നത്. കുട്ടിയും ബിന്ദു ചേച്ചിയും എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും ഇവിടെ ഈ ബന്ധം ഇല്ലാതാക്കിയത്. അതുകൊണ്ട് ഇനി ആർക്കും ഇതുപോലെയുള്ള ഒരു എന്താ പറയുക, ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം പുള്ളി അത്രയും ആഗ്രഹിച്ച് ഒരു കെട്ടിപ്പടുത്തൊരു ജീവിതമാണ്. ഇനി ഇതുപോലത്തെ ഒരു ആർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥത പ്രാർത്ഥിക്കുകയാണ്. ഇത്ര നേരം എൻ്റെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാൻ ചെല്ലാനം മീഡിയ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരെൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. എന്നോടൊപ്പം എൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ കുമ്പളങ്ങിക്കാരൻ്റെ എല്ലാവിധ എൻ്റെ സങ്കടങ്ങൾ ഞാൻ നിങ്ങളോട് കാഴ്ചവെച്ചു. പക്ഷേ ഇപ്പോൾ അവർ ഇത്ര നേരം രാവിലെ വന്നതാണ്, അവർ വീട്ടിൽ വന്നതാണ്. ഇത്ര നേരം എനിക്കൊരു തണലായിട്ട് അവരുണ്ടായിരുന്നു. പക്ഷേ ഇവരിന്ന് എന്നെ വിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കുമ്പളങ്ങിക്കാരൻ വീണ്ടും തനിച്ചാവുക വീട്ടിൽ. എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെ ആവുക. ഇത് നാളെ ഒരു കുടുംബത്തെ സംഭവിക്കരുത്. ഇത് അധികാരികൾ ഉണരണം. അധികാരികൾ പ്രതിക്ക് വേണ്ട ശിക്ഷ നൽകുക തന്നെ ചെയ്യണം. അതിനു വേണ്ട ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമേ ഈ കുമ്പളിക്കാരന് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.